പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ മോണോക്രോം ഇങ്ക് ടാങ്ക് പ്രിന്ററായ കനോൺ GM2070 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അവിടെ ഫസ്റ്റ് തന്നെ കനോണിൻ്റെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുണ്ട്. അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ മോഡൽ നെയിം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി താഴെ ലിസ്റ്റ് കാണിക്കും. അപ്പോൾ ആ ലിസ്റ്റിൽ വന്ന പേര് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാക്കിൻ്റെതും വിൻഡോസിൻ്റെ ഉബുണ്ടും ഒക്കെ വെർഷൻസ് കാണിക്കും. വിൻഡോസിൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ആ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയതാണ് നിങ്ങളെ വെർഷൻ വരിക. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ വിൻഡോസ് 10 64 ബിറ്റിൻ്റെ നേരെയാണ് ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേജ് ഒന്ന് റീലോഡ് ആവും. ആ റീലോഡ് ആയി കഴിഞ്ഞാൽ താഴെ 1 2 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സെൻറ്ററിൽ കാണുന്ന കൂടുതൽ MB വരുന്ന ഒരു ഫയലില്ലേ, നടുവിൽ സെൻറ്ററിൽ കണ്ടില്ലേ? ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫയലിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരും. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ഏരിയ റെസിഡൻസ് എവിടെയാണെന്നുള്ളത് ഏഷ്യ ഏത് ഭൂഖണ്ഡം എന്നുള്ളതാണ്. ഏഷ്യ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൾറെഡി കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. കാരണം ഇൻസ്റ്റാളേഷൻ ചോദിക്കുന്ന അവസാന ഭാഗം എത്തുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. യെസ്, കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. ഇത് നെറ്റ്വർക്ക് വൈഫൈ ഉള്ള പ്രിൻ്ററാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് USB കണക്ഷൻ വഴിയുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇവിടെ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാം, അതേപോലെ വൈഫൈയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് USB കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ USB സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇങ്ങനൊരു ഭാഗം എത്തുന്ന സമയത്താണ് നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. താഴെ കാണുന്ന കംപ്ലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ക്ലോസ് ആയി പോകുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്ത പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആണോ ഇല്ല എന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനലിൽ പോയിട്ട് ജസ്റ്റ് ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ ഒരു ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. അതിന് ആദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കും. ഇവിടെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. Canon GM2070 സീരീസ് എന്നാണ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും.
അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി. ഇവിടെ താഴെ കാണുന്ന പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ടെസ്റ്റ് പേജ് കമാൻഡ് പോയിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.